ഹലോ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ഓട്സ് സ്മൂത്തിയാണ്. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് പീനട്ട് ബട്ടർ സ്മൂത്തി. അപ്പോൾ പീനട്ട് ബട്ടർ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ഇതിന് മുമ്പ് ഒരു ഓട്സിൻ്റെ സ്മൂത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനൊരു 1/4 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5 ചെറിയ ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഫ്ലാക്സ് സീഡും 1/2 സ്പൂൺ വെച്ചെടുത്തതാണ്. പിന്നെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് പാട കളഞ്ഞ പശുവും പാലാണ് ഞാൻ എടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് സോയ് മിൽക്കോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ കാഷ്യൂ മിൽക്കോ ഏത് മിൽക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം തണുക്കുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് തേനോ അല്ലെങ്കിൽ കരിപ്പട്ടി ശർക്കരയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ഗ്രൈൻഡ് ചെയ്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയാവും. പിന്നെ ഇത് എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ആവശ്യത്തിന് ഇങ്ങനെ ഒരേ സ്പൂൺ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മധുരത്തിന് തേൻ 1 സ്പൂൺ വേണം. പിന്നെ ഇത് കൊക്കോ പൗഡറാണ്. അത് ഞാനൊരു 1 സ്പൂൺ 1 to 1.5 സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. പിന്നെ 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നമ്മുടെ സ്മൂത്തിയിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓട്സ് റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സീഡ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1/2 സ്പൂൺ സൺഫ്ലവർ സീഡും 1/2 സ്പൂൺ പംകിൻ സീഡും 1/2 സ്പൂൺ ഫ്ലാക്സ് സീഡുമാണ് എടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സീഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സോക്ക് ചെയ്തിട്ട് വേണം സീഡ്സ് എടുക്കുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലാക്സ് സീഡ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ സ്മൂത്തിയുടെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ബദാമും ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഓട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത ഓട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ച ചെറുപഴം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് 1 സ്പൂൺ തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 to 1.5 വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. മധുരമില്ലാത്ത കാരണമാണ് നമ്മൾ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് സോക്ഡ് ചിയാ സീഡും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഞാൻ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡാണ്. 1 സ്പൂൺ ചിയാ സീഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് രാത്രി അടച്ചു വെച്ചാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് സോക്കായി കിട്ടും. അപ്പോൾ ഇത് ഒരാളുടെ അളവാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഫ്രൂട്ട്സോ കാഷ്യൂസോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.